കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ ധീരൻ എന്ന് പറയുന്ന സിനിമ. രാജേഷ് മാധവൻ കേന്ദ്ര കഥാപാത്രമായിട്ടുന്ന ഒരു മുഴുനീള കോമഡി എന്റർടൈനറാണ് ധീരൻ എന്ന് നേരത്തെ ട്രെയിലറും ടീസറും വന്നപ്പോൾ തന്നെ ഉറപ്പിച്ചായിരുന്നു. ഇപ്പോൾ ചിത്രം തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ധീരൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് റിവ്യൂ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മലയാളത്തിലെ യുവതാരങ്ങളും സീനിയർ താരങ്ങളും മത്സരിച്ച് അഭിനയിക്കുന്ന എന്ന പ്രത്യേകത തന്നെയായിരുന്നു ചിത്രത്തിൻ്റെതായിട്ട്. ദേവദത്ത് ഷാജിയായിരുന്നു ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭീഷ്മോറു എന്ന് പറയുന്ന സിനിമ തിരക്കഥ രചിച്ചിട്ടുണ്ടായിരുന്നു ദേവദത്ത് ഷാജി തന്നെയായിരുന്നു. രാജേഷ് മാധവനോടൊപ്പം തന്നെ അശ്വതി മനോഹരൻ, മനോജ് കെ ജയൻ, അശോകൻ, സുധീഷ്, ജഗദീഷ്, വിനീത് രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, ശബരീഷ് വർമ്മ, അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന ചിത്രം മികച്ചൊരു കോമഡി എന്റർടൈനറായിട്ട് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ധീരൻ എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള രാജേഷ് മാധവന്റെ അഴിഞ്ഞാട്ടും അതോടൊപ്പം തന്നെ ജഗദീഷിന്റെ കൗണ്ടറുകളെല്ലാം തന്നെ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ട് മാറിയിട്ടുണ്ട്. ജാനേമൻ, ജയ 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 ഹേ, ഫാരിമി തുടങ്ങിയ സിനിമകൾ അണിയിച്ചിട്ടുള്ള ചിയേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ഈ ഒരു സിനിമയെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയായിരുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കാതെ 2025 മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അല്ലെങ്കിൽ കോമഡി ഹിറ്റായിട്ട് ധീരം മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതേ അഭിപ്രായം നിലനിർത്തി ചിത്രത്തിന് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ധീരൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.